റേസ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ എക്സാമിനേക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ തയ്യാറെടുക്കണം, അതുപോലെ തന്നെ ഏതൊക്കെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ മിസ്സേ? അതെ, ഹിന്ദി നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ലാംഗ്വേജ് ആണ്, എന്നാലും പല കുട്ടികൾക്കും ഭയങ്കര ടഫാണ്. അവർക്ക് അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല, അപ്പൊ അതിന്റെ ഒക്കെ ചെറിയ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ കയ്യിലുള്ള നമ്മുടെ ചാപ്റ്റേഴ്സിനെ നന്നായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതെ, അപ്പൊ നമുക്ക് പഠിക്കാനാണെങ്കിൽ നോക്കുമ്പോ നമ്മുടെ ആദ്യത്തെ യൂണിറ്റില് ഖിഡ്കി എന്ന ലഘുകഥ, ജിന്ദഗി കാ സഫർ എന്ന ഹൈക്കു, റെയിൻ ബസേരെ മേ എന്ന യാത്രാവൃത്ത്, ഈ 3 ചാപ്റ്റേഴ്സ് ആണ് മിസ്സേ ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനുള്ളത് ഫസ്റ്റിലെ 2 യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എക്സാമിന് വരും. അതെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഖിഡ്കി എന്ന ലഘുകഥ. ഖിഡ്കിയിൽ നിന്ന് നമുക്ക് പത്ര ചോദിക്കാം. 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. പത്ര, പിന്നെ അതുകൂടാതെ ഡയറി. ഇതിലെ പ്രധാന കഥാപാത്രം അറിയാലോ, ഒരു ഭാര്യയും ഭർത്താവുമാണ് അല്ലെ. അപ്പൊ ഇവിടെ പതി പത്നി ഇവരുടെ 2 പേരുടെയും ഡയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. അവര് 2 പേരും ആ 2 പേരുടെയും പത്ര ചോദിക്കാം, ഡയറി ചോദിക്കാം. അതെ, അപ്പൊ നിങ്ങൾക്ക് ഖിഡ്കി എന്ന ചാപ്റ്ററിന്റെ ആ ഒരു മീനിങ് അറിയെങ്കിൽ മാത്രമേ, സാരാംശം അറിയെങ്കിൽ മാത്രമേ ഈ ഡയറിയും പത്രവും ഇപ്പൊ മിസ് ഇവിടെ പറയുന്ന ഇനി ഉള്ള ക്വസ്റ്റ്യൻസും. കൂടാതെ വാർത്താലാപിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ചാപ്റ്ററിൽ. കാരണം കോൺവെർസേഷൻ ആണ്. ആ യുവതി വിൽക്കാൻ വരുന്നതും അവര് വില പേശുന്നതും, പിന്നെ അത് കൂടാതെ ഭർത്താവുമായിട്ട് അല്ലെ ഇങ്ങനെ പോരായിരുന്നു എന്ന് അവർക്ക് തോന്നുന്നതും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എവിടെയാണോ കോൺവെർസേഷന് സാധ്യത ഉള്ളത് അവിടെ നമുക്ക് പടുക്കഥയ്ക്കുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എക്സാമിലേക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ. അപ്പൊ ഖിഡ്കി എന്ന ചാപ്റ്ററിൽ നിന്ന് പത്ര, ഡയറി, വാർത്താലാപ്, പട്കഥ, ഇത് കൂടാതെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ നമ്മുടെ സർവനാമം ഉണ്ടാകും, ഒരു പക്ഷേ വിശേഷണം ഉണ്ടാകാം. അതൊക്കെ നമ്മൾ 8th നിന്നും 9th നിന്നും ഒക്കെ നമ്മൾ എല്ലാ എക്സാമിനും അറ്റൻഡ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെയാണ് സർവനാമവും വിശേഷണവും ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജിന്ദഗി കാ സഫർ എന്ന ഹൈക്കു ആണ്. നമുക്ക് ഹൈക്കുവിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പൊ അതില് പ്രധാനമായിട്ടും ഹൈക്കുവിന്റെ ആശയം തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ആ ആശയം പഠിക്കുമ്പോൾ അതിൽ ഓരോ വാക്കിന്റെ അർത്ഥവും അതുപോലെ തന്നെ റൈറ്ററിന്റെ പേരും. അപ്പൊ നമുക്ക് ഹൈക്കുവിൽ ആശയം എഴുതാല്ലേ മിസ്സേ? കുട്ടികൾക്ക് സാധാരണ വരുന്ന ഒരു എന്താ പറയാ തെറ്റിദ്ധാരണ, ഹൈക്കു കാണാൻ വളരെ ചെറുതാണ്, ഈസിയാണ് എന്ന് തോന്നും. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത് പഠിക്കണ്ട എന്നോ അല്ലെങ്കിൽ അതിനധികം സമയം വേണ്ട എന്നോ ഇല്ല. അതിന്റെ കറക്റ്റ് ആശയം തന്നെ ആയിരിക്കണം നിങ്ങൾ എഴുതുന്നത്. ഒരിക്കലും നിങ്ങൾ അതിന്റെ വേർഡ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, അതിലുള്ള ആ ഒരു സ്റ്റാൻസ് മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഓരോ ഹൈക്കും നമുക്ക് ഓരോ സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം അവിടെ കറക്റ്റ് ആയിട്ട് കാണിക്കണം. അതെ, അപ്പൊ ഹൈക്കുവില് നമുക്ക് ആശയമാണ് എഴുതാനുള്ളത്. ഇനി നോക്കാം, റെയിൻ ബസേരെ മേ എന്നുള്ള നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലെ മിസ്സേ. അതെ, റെയിൻ ബസേരെ മേ നമുക്കൊരു വലിയൊരു ഗദ്യ വിഭാഗം തന്നെയാണ്, യാത്രാവൃത്താണ്. അപ്പൊ ഈ യാത്രാവൃത്തിൽ നിന്ന് നമുക്ക് വലിയൊരു ഇൻസിഡന്റ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് താമസിക്കാൻ, ഇന്ന് നമ്മൾ ടൂർ പോകുന്നത് പോലെ ഹോട്ടൽ മുറികളൊന്നുമില്ല. അപ്പൊ കിട്ടിയ ഇടത്ത് അദ്ദേഹം തങ്ങുകയാണ്. അപ്പൊ അതുമായിട്ടുള്ള ഒരു സന്ദർഭമാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഇൻസിഡന്റിനെ കുറിച്ചിട്ടുള്ള ഡയറി എല്ലാ ഗദ്യ വിഭാഗത്തിൽ നിന്നും ചോദിക്കുന്നത് പോലെ തന്നെ ഡയറി ചോദിക്കും, പത്ര ചോദിക്കും. അപ്പൊ ഡയറി, പത്ര, കോൺവെർസേഷൻ അല്ലെ, വാർത്താലാപ് വരാം. വാർത്താലാപ് ഞാൻ പറഞ്ഞു, ഇതിലും നമുക്ക് വാർത്താലാപ് വരാൻ നല്ല സാധ്യത കൂടുതലുണ്ട്. കാരണം ആ ഒരു പാഗലാദ്മി ഇദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുന്നതും അല്ലെ. അപ്പൊ അവര് തമ്മിലുള്ള ആ കോൺവെർസേഷന്റെ ഭാഗങ്ങളൊക്കെ, പിന്നെ അത് കൂടാതെ ഇദ്ദേഹത്തിന്റെ സഹായി ആയിട്ടുള്ള ചോട്ടുവിനോട് ഇദ്ദേഹം ഈ പാഗലാദ്മി പോയതിന് ശേഷം ഇയാളെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗം. അപ്പൊ ഇത്തരം ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള കോൺവെർസേഷൻ, പിന്നെ ഈ ഇൻസിഡന്റിനെ കുറിച്ചിട്ടുള്ള ഡയറി, പിന്നെ തന്റെ ഒരു സുഹൃത്തിനെ എഴുതുന്ന പത്ര, അതുപോലെ തന്നെ പടുക്കഥ. അപ്പൊ നിങ്ങൾ ഖിഡ്കിയിൽ പഠിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെ റെയിൻ ബസേരെ എന്ന യാത്രാവൃത്തം നമ്മൾ പ്രതീക്ഷിക്കണം അല്ലെ. അത് ലഘുകഥയായിരുന്നു, ഇത് യാത്രാവൃത്താണെങ്കിലും കൂടെ ഇതൊരു പിന്നെ അതുപോലെ ഓരോ ചാപ്റ്ററിലെ ക്യാരക്ടറുകളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഒരു ചാപ്റ്ററിൽ നിന്ന് ചോട്ടു ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം അതാരാണ്. പാഗലാദ്മി അല്ല, മറിച്ച് ഇദ്ദേഹത്തിന്റെ സഹായിയുടെ പേരാണ്.
ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത യൂണിറ്റില് നമ്മൾ പറഞ്ഞു നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് എന്ന്. അപ്പൊ അടുത്ത യൂണിറ്റില് ഇക്കായി 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പാഠം മേരി ദുനിയാ കെ തമാം ബച്ചേ കവിതയാണ്. അതെ, വളരെ വലിയൊരു കവിത തന്നെയാണ്. നിങ്ങൾ നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കേണ്ട, ഒരുപാട് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കേണ്ട ഇനി ഒരു പ്രതീകാത്മകമായിട്ടുള്ള കവിതയാണ്. ഓരോ വരികളും പല കാര്യങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കവി ഉദ്ദേശിച്ച കാര്യമില്ലേ, അതായിരിക്കണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ പ്രതീകങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേതായിട്ട് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾ ആശയം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കവിത വായിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആശയം എഴുതാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല നമ്മുടെ മുന്നിൽ, ഒരു പക്ഷെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചേക്കാം. ഇനി അതല്ലെങ്കിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാൻ ഏത് ചാപ്റ്ററിൽ നിന്നും അങ്ങനെയുള്ള ചോദ്യം വരും, ശരിയായ പ്രസ്താവന. ഇനി അതല്ലാതെ കവിതയിലുണ്ട് ശരിയായ ആശയം വരുന്ന വരികൾ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദ്യങ്ങളെ മുന്നിൽ കണ്ട് നമ്മൾ പഠിക്കുക, അല്ലാതെ നമ്മൾ ഇങ്ങനെ കുറേ നമ്മുടെ ചാപ്റ്റേഴ്സ് ഇങ്ങനെ വായിക്കുക അല്ലെങ്കിൽ ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോ അടുത്തതായിരുന്നു വൈറ്റ് ക്യാപ്പ്. മേരി ദുനിയാ കെ തമാം ബച്ചേ എന്നുള്ള നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കവിതയുടെ ആശയം കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇതൊരു പ്രതീകാത്മക കവിത ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം വരും, ഒരു ബോക്സില് പ്രതീക്, അതിന്റെ അർത്ഥം എന്താണ്, അങ്ങനെ കവിതയിൽ ആ വരി അല്ലെങ്കിൽ ആ വാക്കുകൊണ്ട് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, കവി ഉദ്ദേശിച്ച അർത്ഥം എന്താണ്. അപ്പൊ ഒരു ബോക്സിൽ ഒരു ഭാഗത്ത് പ്രതീകമായിട്ടുള്ള കവിതയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക്, മറുഭാഗത്ത് ആ കവിതയിൽ ആ വാക്ക് എന്തിനെ ഉദ്ദേശിച്ചാണോ നൽകിയത് ആ വാക്കുകളും നൽകിയിട്ടുണ്ടാകും. അപ്പൊ ഇത് നമ്മൾ ശരിയായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഈസി ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഇല്ലാതെ സ്കോർ ചെയ്യാൻ പറ്റിയ 4 മാർക്കാണ്. അപ്പൊ ഈ 4 മാർക്കൊക്കെ നഷ്ടപ്പെടാതെ നോക്കുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. യെസ്, വൈറ്റ് ക്യാപ്പ്. ലോക് ബാബുവിന്റെ കഹാനിയാണ് വൈറ്റ് ക്യാപ്പ്. അപ്പൊ ഈ വൈറ്റ് ക്യാപ്പില് കുട്ടികളുടെ അല്ലെ, ക്രിക്കറ്റ് ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല, അങ്ങനെയുള്ള ഒരു കുട്ടി ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണല്ലേ പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഡയറി, പത്ര, പിന്നെ അതുപോലെ കോൺവെർസേഷൻ ആണ് നമുക്ക് സാധ്യത ഉള്ളത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഈ ചാപ്റ്റർ വായിക്കണം. റെയിൻ ബസേരേമേ വൈറ്റ് ക്യാപ്പ് എന്ന ഈ 2 ചാപ്റ്ററും വളരെ വലിയൊരു ഗദ്യരൂപം തന്നെയാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാലോ, 4 പേജൊക്കെ ആണ് ഈ ചാപ്റ്റർ വരുന്നത്. അപ്പൊ അത് നന്നായിട്ട് വായിച്ചു നോക്കാനുണ്ട്. ഇതിൽ നിന്നൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യന്, അതുപോലെ 2 മാർക്കിന്റെ ചോദ്യം, ഇതൊന്നും നമുക്ക് ഒഴിച്ച് കളയാവുന്ന ചോദ്യങ്ങളല്ല അല്ലെ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും 4 മാർക്ക് ചോദ്യങ്ങളായിരിക്കും. പക്ഷെ 2 മാർക്കിന്റെ ചോദ്യവും 1 മാർക്കിന്റെ ചോദ്യവും നമുക്ക് വിട്ടുപോകരുത്. കാരണം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചാലേ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വൈറ്റ് ക്യാപ്പ് എന്ന ചാപ്റ്ററിന്റെ ബേസിൽ എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരും? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് ഡയറിയും പത്രവും. പിന്നീടാണ് വാർത്താലാപം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് ഗദ്യവിധകളിലെല്ലാം ഡയറി, വാർത്താലാപ്, അതുപോലെ തന്നെ പട്കഥ, ഇതൊക്കെ പഠിക്കാനുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറെ കുട്ടികളുണ്ടല്ലോ, മിസ്സേ എങ്ങനെയാണ് എക്സാമിന്റെ തലേ ദിവസവും കാണാം നമുക്ക് കമന്റ്, എനിക്ക് സ്പെല്ലിംഗ് പോലും അറിയില്ല, എനിക്ക് പഠിക്കാൻ അറിയില്ല, ഹിന്ദിയിൽ എനിക്ക് എത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പത്ര, ഡയറിന്റെ ഒക്കെ പട്കഥയുടെ ഒക്കെ ഫോർമാറ്റുകൾ എങ്ങനെയാണ്. ഏത് ചാപ്റ്ററിനും ഏതൊരു ഭാഗത്ത് നിന്നും ചോദിച്ചു കഴിഞ്ഞാലും പട്കഥ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം, പത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റണം, ഡയറി അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതിനാദ്യം എന്ത് പഠിക്കണം? ഇതിന്റെയൊക്കെ ഫോർമാറ്റ് പഠിക്കണം. അപ്പൊ ഇനി വരുന്ന ഞങ്ങളുടെ വീഡിയോസിൽ ഇതിന്റെ ഫോർമാറ്റുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വരിക. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈസി ആയിട്ട് ഹിന്ദി എഴുതാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത്, അത് ഏതൊക്കെ ചാപ്റ്ററിന്റെ ബേസിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സംശയങ്ങൾ വരുന്നത്, അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കമന്റിനനുസരിച്ചുള്ള വീഡിയോസ്, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. ഓക്കെ, ബൈ.